പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെയും ഈദ് ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ 30-ലേറെ കാർഗോ, യാത്രാ വിമാനങ്ങൾ, കപ്പലുകൾ എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ 9,000 മെട്രിക് ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തിച്ച് ലുലു ഗ്രൂപ്പ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ശക്തമാകുകയും ഗതാഗത മാർഗങ്ങളും വ്യാപാരപാതകളും അനിശ്ചിതത്വത്തിലാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു വരികയാണ്. പ്രത്യേകിച്ച് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പോലുള്ള നിർണായക കടൽപാതകളിലുണ്ടാകുന്ന ഏതൊരു ഭീഷണിയും ഗൾഫ് രാജ്യങ്ങളിലെ ഭക്ഷ്യവിതരണ ശൃംഖലയെ നേരിട്ട് ബാധിക്കും. ഈ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ ശക്തമായ ഇടപെടലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ. യുദ്ധത്തിനൊപ്പം ഈദും മുന്നിൽ കണ്ടാണ് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതയും വിലസ്ഥിരതയും ഉറപ്പാക്കാനായി ലുലു പ്രത്യേക ഇടപെടൽ നടത്തിവരുന്നതെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ഇനിയും കൂടുതൽ കാർഗോ വിമാനങ്ങളിലും കപ്പലുകളിലുമായി ഉൽപ്പന്നങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. UAE-യിലേക്ക് മാത്രം ഇതിനോടകം 6,000 ടണ്ണിൽ പരം ഭക്ഷ്യവസ്തുക്കളാണ് ലുലു ഗ്രൂപ്പ് എത്തിച്ചത്. അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ആശങ്ക വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നാണ് അരി, പച്ചക്കറികൾ, പഴങ്ങൾ, മാംസം എന്നിവ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലുലു ഗ്രൂപ്പ് എത്തിച്ചു വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ എന്നത് ഭക്ഷ്യവസ്തുക്കൾക്കായി വൻതോതിൽ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അതിനാൽ തന്നെ ഭക്ഷ്യോൽപ്പന്ന വിതരണത്തിൽ ഒരിടവേള പോലും ഉണ്ടാകാതിരിക്കാൻ വിവിധ രാജ്യങ്ങളിലെ വിതരണ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ഏകോപനവും ലുലു ഗ്രൂപ്പ് ശക്തമാക്കിയിരിക്കുന്നു. ഇതിലൂടെ യുദ്ധ സാഹചര്യങ്ങളിലും വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനാകുമെന്നാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MM യൂസഫ് അലി ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തിഹാദ് എയർവേസിന്റെ പ്രത്യേക കാർഗോ വിമാനങ്ങളിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, കെനിയ, ശ്രീലങ്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും പഴം, പച്ചക്കറി, ഇറച്ചി ഉൾപ്പെടെയുള്ളവ ഗൾഫിലേക്ക് ലുലു ഗ്രൂപ്പ് വഴി കയറ്റി അയച്ചു. ഇതിനായി 20 ചാർട്ടേഡ് വിമാനങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. പെരുന്നാൾ വരുന്നതിനാൽ അത് മുൻനിർത്തി ഇന്ത്യയിൽ നിന്ന് UAE-യിലേക്ക് കപ്പൽ വഴി അരി, പഴം, പച്ചക്കറി, ഇറച്ചി, മുട്ട തുടങ്ങിയവയും എത്തിക്കുകയുണ്ടായി. ഇത്തരത്തിൽ കാർഗോ വിമാനങ്ങൾ കൂടാതെ അടിയന്തരമായി നാട്ടിലെത്തേണ്ടവർക്കായി സർവീസ് നടത്തിയ പ്രത്യേക വിമാനങ്ങളുടെ മടക്കയാത്രയും ഗൾഫിലേക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുകയുണ്ടായി. അങ്ങനെയാണ് സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ആഹാര സാധനങ്ങൾ എത്തിച്ചത്. അവ പ്രധാനമായും ഇന്ത്യ, UK, ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് കയറ്റി അയച്ചത്. കപ്പൽ, വിമാനങ്ങൾ എന്നിവ കൂടാതെ റോഡ് ഗതാഗത മാർഗങ്ങളിലൂടെയും ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയുണ്ടായി. ഖത്തറിലേക്ക് റിയാദ് വഴിയും ബഹ്റിനിലേക്ക് ദമാം വഴിയുമാണ് റോഡ് മാർഗം ഭക്ഷ്യോൽപ്പന്നങ്ങൾ എത്തിച്ചത്. GCC രാഷ്ട്രങ്ങളിലെമ്പാടുമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും ഈ പുതിയ നീക്കം വഴിയൊരുക്കുന്നു. ലുലു ഗ്രൂപ്പ് ഗൾഫിലേക്ക് നടത്തുന്ന ഈ വലിയ ഇറക്കുമതി നീക്കം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ അവസരവും തുറന്നിടുന്നു. ഇന്ത്യൻ കർഷകരുടെയും കയറ്റുമതിക്കാരുടെയും ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ ഇതിലൂടെയാകുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയും ലുലു ഗ്രൂപ്പ് വഴി പങ്കുവഹിക്കുകയാണ്. യുദ്ധ സാഹചര്യങ്ങളിൽ പോലും വ്യാപാര ബന്ധങ്ങൾ തകരാതെ നിലനിർത്തുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്കുള്ള ബന്ധം ഊഷ്മളമായി തുടരുന്നതിന് സഹായകരമായി തീരുകയും ചെയ്യുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.